വലിയ ആഘോഷമായിട്ടാ ഞങ്ങളുടെ കല്യാണം നടന്നത്. മകളുടെ അനന്തരവന്റെയും കല്യാണമല്ലേ. അച്ഛൻ കേമമാക്കി. ചേച്ചി കഴിക്ക്, ഞാനിതൊന്നുകൊണ്ട് കൊടുത്തിട്ട് വരാം. ഗുഡ്. ഊണഴിക്കാറാകുമ്പോ പറയണേ. ധൃതയില്ല, കുറെ കഴിഞ്ഞു മതി. പ്രമീള എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ വെഡിങ് ആൽബം നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായല്ലേ? അതെ. എന്റെ ആദ്യത്തെ വിവാഹം 15 വർഷം മുൻപായിരുന്നു. വിവാഹ ജീവിതത്തിൽ എനിക്കുള്ള ആവേശം വിലാസിനി മരിച്ചതോടെ തീർന്നു. ആരുടെ കുറ്റം കൊണ്ടെന്നറിയില്ല, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. പിന്നെ ഒരുതരം വിരക്തിയായിരുന്നു. ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു. അങ്ങനെ ഈ നിലയിലെത്തി. ഇപ്പോൾ ജീവിക്കാൻ ഒരു ഭാര്യ കൂടെ വേണമെന്ന് തോന്നി അല്ലേ? ആ അർത്ഥത്തിലല്ല. സൊസൈറ്റിയിൽ എനിക്കൊരു അപൂർണത തോന്നി തുടങ്ങി. ഒരു അപകർഷതാബോധം. ക്ലബിലോ പാർട്ടിക്കോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒറ്റയ്ക്ക്. വീട്ടിലാരെങ്കിലും വന്നാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് മാറ്റിയെടുക്കാനായിരുന്നു ഈ വിവാഹം. ആ ഗ്ലാസ് ഫിനിഷ് ചെയ്തില്ലല്ലോ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമ്മണി ഒന്നങ്ങോട്ട് വരണം. എനിക്ക് അവിടെ ഒരു കൂട്ടില്ല. വിശ്വനാഥ സാറല്ലേ? ആ ആ വക്കീൽമാരുടെ ഭാര്യമാരായാൽ ഇതാ സ്ഥിതി. പകല് മുഴുവൻ കോടതിയിൽ, വൈകിട്ട് വന്നാൽ കക്ഷികളും കടലാസ് നോക്കലും. അമ്മണി, ആ ഊണെടുത്ത് വയ്ക്കും. ചേച്ചി ഇരിക്കൂ. Hey Vishwam, you had done an excellent job that day in court. Indian Express report വായിച്ചില്ലേ? വായിച്ചു. It is all because of my lordship. ഞാൻ വിട്ടു. മിസ്സസ് മാത്യു, ബാങ്കോക്കിലെ ലൈവ് ഷോസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തോന്ന് ലൈവ് ഷോ? ഈ തുണിയില്ലാത്ത കളി എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്? മിസ്സസ് വിശ്വനാഥനോ? ആ ശോശാമേ, നിന്റെ നാളത്തെ ഡിന്നറിന് എന്താണ് പുഡിംഗ്? ഇപ്പോഴേ റോബസ്റ്റ. അതെന്ത് കൊണ്ടാണ്? ബനാന. മനസ്സിലായില്ല. You see that long fruit like a plantain. Oh, what you call it in Malayalam? ഏത്തക്ക. Yes, ഏത്തക്ക. ഇത് ബ്ലൂ ജാഗർ ആണോ? എനിക്കറിഞ്ഞൂടാ. This is not blue jagger. നിങ്ങൾ ഹണിമൂണിന് സ്വിറ്റ്സർലാൻഡിൽ പോവാണോ? ഞങ്ങൾ കൊള്ളാം. വിശ്വനാഥൻ എന്തോന്ന് ഹണിമൂണ്? അതൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? സുഖമാണ്. അതെ. ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എങ്ങനെ കണ്ടുമുട്ടുമെന്നാ ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചത്? പ്രമീള എവിടെ? അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവിടെ ഇരുന്ന് മടുത്തു. അവരോട് സംസാരിച്ചിരുന്നൂടെ? അവരോട് സംസാരിക്കാൻ എനിക്കറിഞ്ഞൂടാ. അറിയണം.
എന്താ ഇത്? ഇന്ന് ക്ലബിൽ പ്രമീളയും വന്നിരുന്നു. ആര്? മിസ്സസ് വിശ്വനാഥൻ. അതെയോ? ആ പാവത്തിനെ സൊസൈറ്റി ലേഡികളെല്ലാം കൂടെ കുത്തിപ്പറിച്ച് കാണുമല്ലോ. എന്തോ ഒഴിഞ്ഞുമാറി നിൽക്കുന്നത് കണ്ടു. സാറിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ വെച്ച് തന്നെ വഴക്ക് പറയുന്നത്. ഈ സാർ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോയത്? എപ്പോ നോക്കിയാലും അവരുടെ മുഖത്തൊരു ദുഃഖഭാവമാണ്. എനിക്കെന്തോ അവരോട് സഹതാപം തോന്നി. ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട്. അമ്മണി, നീ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകുന്നു. സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് അവർക്കൊരു ആശ്വാസമായിരിക്കുമല്ലോ. അമ്മണിയോ? ഹായ് ചേച്ചി, വരൂ. താട് പിടിച്ച് കിടക്കായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, വരൂ. പിള്ളച്ചേട്ടാ ഇതോടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചേർക്കണം കേട്ടോ. വരൂ. ചേച്ചി, ഈ ടേബിളെല്ലാം അപ്പുറത്തല്ലായിരുന്നു? ആ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി. ഇനി വിശ്വനാഥ സാറിനെ കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാ മതി. ചേച്ചി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ബാലേട്ടന് ഇതുപോലായിരുന്നു. ഞാൻ വിട്ടില്ല. സ്നേഹത്തിന്റെ ഒരു അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ബാലേട്ടനെ മാറ്റിയെടുത്തു. അതല്ലേ ചേച്ചി ജീവിതം. കുഞ്ഞ് കൊറേ കഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാൻ. നന്നായിട്ടില്ലേ? പിന്നെ നമുക്ക് ഈ പോർട്ടിക്കോയും ബാക്കേഡും മറ്റും ഒന്ന് വൈറ്റ് വാഷ് കൂടി ചെയ്താൽ. പ്രമീളെ, പ്രമീളെ, ക്ലബിൽ പോണ്ടേ? വേഗം ഡ്രസ് ചെയ്യൂ. എന്താ? ഞാൻ വരണോ? വരാനല്ലേ ഡ്രസ് ചെയ്യാൻ പറഞ്ഞത്? ദയവായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനോ പെരുമാറാനോ. വീട്ടുജോലിക്കല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇരിക്കാനുമല്ല. എന്റെ സൊസൈറ്റിയിൽ പ്രമീളെ ആരുമല്ല. നീ മിസ്സിസ് വിശ്വനാഥനാണ്. മനസ്സിലായോ? 2 മിനിറ്റ്, ഉടനെ ഡ്രസ് ചെയ്തോണ്ട് വരാം. ആവശ്യമില്ല. താൻ വീട്ടിലേക്ക് പോയിക്കോ. എന്താ പുള്ളിക്കാരി കണ്ടില്ലല്ലോ? ഹലോ സർ. ഹായ് വിശ്വം, എന്താ മിസ്സസ് ഒന്നില്ലേ? അവർക്കല്ല സുഖമില്ല. വിശ്വം അവിടെ ഗുഡ് ഈവനിങ് സർ. ഹലോ ഡോക്ടർ. ഹലോ. സാറും തനിച്ചേ ഉള്ളൂ. മിസ്സസ് വന്നില്ലേ? മിസ്സസ് കൊണ്ടുവന്നില്ല. ബാലേന്ദ്രൻ, ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഈ വിവാഹം വേണ്ടിയിരുന്നില്ല. ബാലേട്ടന് എന്ത് പറ്റി? ഇന്ന് ക്ലബിൽ നിന്ന് വന്നപ്പോഴേ മൂഡ് ഔട്ട് ആണല്ലോ. ഒന്നുമില്ല, എനിക്കൊന്നും നല്ല വിശപ്പില്ല. വല്ല അസുഖമുണ്ടോ? അറിഞ്ഞൂടാ.
പറ്റി ബാലേട്ട? എന്താണ് അസുഖം എന്ന് പറയൂ. എനിക്കൊരു അസുഖമില്ല മണി. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയില്ലേ? ബാലേട്ടന്റെ മുഖം ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ പറയൂ. എനിക്കൊന്നുമില്ല മണി. ഇത് വലിയ കഷ്ടമായല്ലോ. പറയില്ലല്ലേ? എനിക്കൊന്നുമില്ല കുട്ടി. ആ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ കിടന്നാ പറ്റില്ലല്ലോ. ഞാൻ കിടക്കുന്നില്ല. നീ എനിക്കൊരു അല്പം സ്വൈര്യം തരൂ. ഇല്ല, തരില്ല. പ്രമീളെ, ഞാൻ ഉറങ്ങിപ്പോയി. വരൂ, ഊണ് കഴിക്കാം. ഞാൻ കഴിച്ചു.
വാട്ട് ഈസ് ദിസ്? നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്നും ഇതിൽ വന്നില്ലല്ലോ. വേർ ആർ ദോസ് നോട്ട്സ്? ആ, അലഹബാദ് ഹൈക്കോടതിയിലെ ഈ റൂളിംഗ് എന്താ മിസ് ചെയ്തത്? മറന്നുപോയതാണ് സർ. വാട്ട്സ് റോങ് വിത്ത് യു ബാലേന്ദ്രൻ? കുറെ നാളെ ഞാൻ കാണുന്നു ശ്രദ്ധപ്പെടുന്നു. ഹലോ, ഞാനാണ്. അമ്മണിക്ക് സുഖമില്ലെന്നറിഞ്ഞു. ഞാൻ അവളെ ഒന്ന് കാണാൻ പറ്റോട്ടെ? ആ, കാർ അയച്ചേക്കാം. അമ്മണിക്ക് എന്താണ് അസുഖം? അമ്മണിക്ക് അസുഖമൊന്നുമില്ല സർ. അമ്മണി, എന്താണ് അസുഖം? വരൂ ചേച്ചി. എന്താ ഒന്നും മിണ്ടാത്ത? അമ്മണി, അമ്മണി, എന്താണ്? പറയൂ അമ്മണി. എനിക്കിനി സഹിക്കാൻ വയ്യ ചേച്ചി. എന്ത് സംഭവിച്ചു? ഞാൻ ബാലേട്ടന്റെ മുറപ്പെണ്ണാണ്. ചെറുപ്പം മുതലേ ഞാൻ സ്നേഹിച്ചതാണ്, എന്റെ ജീവനെ പോലെ. എന്നിട്ടിപ്പോ നേരെ സംസാരിക്കാറേ ഇല്ല. എന്ത് പറഞ്ഞാലും ദേഷ്യമാ. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബാലേട്ടന് ഇപ്പൊ എന്നോട് സ്നേഹമേ ഇല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. കൊച്ചമ്മേ, ദേ അവൻ വന്ന് നിൽക്കുന്നു. ആര്? സാറിന്നാളെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ അവൻ. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. എനിക്കാരുമില്ല ചേച്ചി എന്റെ സങ്കടം പറയാൻ. എനിക്ക് തീർച്ചയാ ബാലേട്ടന്റെ മനസ്സിൽ മറ്റാരും ഉണ്ട്. ഞാനിനി എങ്ങനെ ജീവിക്കണം? ചേച്ചിയിലാ പോയത്. എന്തൊരു ഗമേല. നീ അറിയോ അവരെ? അറിയുമോന്നു? വൈക്കത്തല്ലേ വീട്. ചേട്ടൻ വക്കീൽ പണിക്ക് പോയപ്പോ നമ്മുടെ പ്രമിള ചേച്ചിയുടെ വീട്ടിൽ മറ്റൊക്കെയല്ലേ താമസിച്ചത്. അതന്നെ, ചേട്ടൻ ഈ ചേച്ചി നമ്മൾ വലിയ ലപ്പല്ലായിരുന്ന. അവരവര് കല്യാണം കഴിക്കാൻ വരെ പോയതാന്നേ.